മഹാലക്ഷ്മി സീരിയലിന്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ രാമായണം വായിക്കുകയാണ് പൂജാമുറിയിലിരുന്ന്. അതേസമയം ഒരു കാറിന്റെ ശബ്ദം കേട്ട് കരുണയാണെങ്കിൽ മുകളിൽ നിന്ന് നോക്കുകയാണ് താഴേക്ക്. അപ്പോൾ കാറിൽ നിന്ന് മഹാലക്ഷ്മിയും കുഞ്ഞും ഇറങ്ങുന്നത് കാണുന്നതോടെ കരുണയുടെ നിയന്ത്രണം വിട്ടുപോകുന്നു. എന്നിട്ട് കരുണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാനെന്താ സ്വപ്നം കാണുകയാണോ അതെല്ലാം സത്യമാണോ എന്നുള്ള കൺഫ്യൂഷനാണ് കരുണയ്ക്ക്. ഞാൻ ഭയന്നത് പോലെ തന്നെ നടന്നു, ആ കുഞ്ഞിന് ഒരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ കരുണയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരികയാണ്. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ കരുണ തന്നെയാണ് ഡോറ് തുറന്നു കൊടുക്കുന്നത്. എന്നിട്ട് കരുണയാണെങ്കിൽ വളരെ ആകാംക്ഷയോട് തന്നെ ആ കുഞ്ഞിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മഹി ചോദിക്കുന്നു, നീ എന്താടി കുഞ്ഞിനെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുന്നു. കരുണ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. മഹി പറയുന്നതിന് ഭാഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തന്നെ കണ്ണനും മഹിയും അകത്തേക്ക് പോകുന്നു. എന്നാലും കരുണയുടെ മനസ്സാകെ കിടന്ന് കലങ്ങി മറിയാണ്. എന്തുകൊണ്ടായിരിക്കും ഈ കുഞ്ഞിനൊന്നും സംഭവിക്കാത്തതെന്ന് ആലോചിച്ച് അങ്ങനെ കരുണയാണെങ്കിൽ മഹിയോട് കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാണ്. അങ്ങനെ പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദുർഗയാണെങ്കിൽ കുഞ്ഞിനെ കാണുന്നു. മുത്തശ്ശിയുടെ ചക്കരമുത്ത് എത്തിയോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടി വന്ന് കുഞ്ഞിനെ എടുക്കുകയാണ് ദുർഗ. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മയെന്ന് പറയുമ്പോൾ, നീ എന്താണ് അത് വിളിച്ചു പറയാതിരുന്നത്, ഞാൻ ആകെ ടെൻഷനിലായിരുന്നു എന്നെല്ലാം ദുർഗയും കൂട്ടിച്ചേർക്കുന്നു. ദുർഗ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട് കലിയടങ്ങാനാവാതെ നിൽക്കുകയാണ് കരുണ. മഹി പറയുന്നുണ്ട്, കുഞ്ഞിനെ വിട്ടു പിരിഞ്ഞ് നിൽക്കാൻ ലേഖയ്ക്ക് ഭയങ്കര വിഷമമാണ്, ഇപ്പൊ തന്നെ വളരെ സങ്കടത്തിലാണ്. ഓണം കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് സ്ഥിരതാമസത്തിന് വരുവുള്ളൂ എന്ന് മഹി പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ നിങ്ങൾ രണ്ടുപേരും കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നത് ഇവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഇത് കണ്ണേട്ടൻ്റെ ലക്ഷ്മിയുടെ വീടാണെന്നുള്ള ബോധം എനിക്കുണ്ട്, പിന്നെ ഞാനെന്തിനാ അമ്മയെ വിഷമിക്കുന്നത്. കണ്ണേട്ടനും ലക്ഷ്മിയും നാളെ ഞങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ ഞങ്ങൾ പോയല്ലേ പറ്റൂ. ആ ബോധത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നതെന്ന് പറഞ്ഞ് കരുണ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ദുർഗയാണെങ്കിൽ കുഞ്ഞിനെ താഴെ വെക്കാതെ തന്നെ ഭയങ്കര കൊഞ്ചിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യാണ്. അതേസമയം ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ കരുണയാണെങ്കിൽ മുകളിൽ നിന്നും ഇറങ്ങി വരികയാണ്. കരുണയ്ക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് വളരെ ദേഷ്യമാണ് വരുന്നത്. അങ്ങനെ കരുണ പറയുന്നുണ്ട്, ഞാൻ ഉണ്ണിയേട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ മഹി വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്ത് ഇത്ര പെട്ടെന്ന് പോകുന്നത്, നീ ലേഖയുടെ വീട്ടിൽ കുഞ്ഞിനെ കാണാൻ വന്നതല്ലേ, ഇപ്പോൾ കുഞ്ഞ് ഇവിടേക്ക് വന്നപ്പോൾ നീ എന്താ അതിനെ എടുക്കാണ്ട് പോകുന്നതെന്നെല്ലാം മഹി ചോദിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, പോട്ടെ കുഞ്ഞിവിടെ ഉള്ളപ്പോൾ ഇവളിവിടെ ഇല്ലാതിരിക്കുന്നതാണ് എന്തുകൊണ്ടോ നല്ലതെന്ന് പറയുമ്പോൾ കരുണയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. അതേസമയം മഹിയും കണ്ണനുമാണെങ്കിൽ ഇതെല്ലാം കേട്ട് അങ്ങനെ മൗനം പാലിക്കുകയാണ്. പിന്നീട് വാമദേവനാണെങ്കിൽ മേഘനാഥനെ നടത്താനെല്ലാം ശ്രമിക്കുകയാണ്. അതേസമയം തന്നെ അവിടേക്ക് തോമസ് വൈദ്യർ വരുന്നുണ്ട്. എന്നിട്ട് മേഘനാഥനോട് പറയുന്നുണ്ട്, മരുന്നുകളെല്ലാം തനിക്ക് ഫലിച്ചു തുടങ്ങി, അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരാളുടെ സഹായവും ഇല്ലാതെ തനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ സാധിക്കും, അതുപോലെ സംസാരശേഷിയും തിരിച്ചു കിട്ടുമെന്നെല്ലാം തോമസ് ഡോക്ടർ പറയുന്നത് കേട്ട് മേഘനാഥനും വാമദേവനും വളരെയേറെ സന്തോഷിക്കുകയാണ്. ഇനിയെങ്കിലും നിങ്ങളെല്ലാം നല്ല രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണമെന്ന് തോമസ് ഡോക്ടർ ആണെങ്കിൽ കൂട്ടിച്ചേർക്കുന്നു. പിന്നീട് സാഗർ ആണെങ്കിൽ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട്, ആ മേഘനാഥൻ ഇപ്പോൾ മെല്ലെ എഴുന്നേറ്റ് നടക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ട്, അയാൾക്ക് അസുഖങ്ങളെല്ലാം ഭേദമായിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് അവനെ വളരെയേറെ സൂക്ഷിക്കണം, അവൻ പഴയ പോലെ ആയാൽ പിന്നെ അവൻ കരിമൂർഖൻ്റെ സ്വഭാവമാണെന്നെല്ലാം മഞ്ജുവിനോടായിട്ട് പറയുമ്പോൾ മഞ്ജു ആണെങ്കിൽ ചെറിയ തോതിലൊന്ന് ഭയക്കുന്നു. അതേസമയം മേഘനാഥനാണെങ്കിൽ പകയുടെ ഒരു കൂമ്പാരം തന്നെയാണ് മേഘനാഥൻ്റെ മനസ്സിൽ, ഓരോന്നായി ചെയ്തു തീർക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡെല്ലാം വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. മറ്റൊരു ത്രില്ലിംഗ് ആയ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.